നമുക്ക് ത്രിപുരയിൽ നിന്ന് ലഭിക്കുന്ന ഏറ്റവും പുതിയ വിവരം പ്രകാരം 34 സീറ്റുകളിലേക്ക് ബി.ജെ.പിയുടെ ലീഡ് എത്തുന്നു. അങ്ങനെ തന്നെയല്ലേ, 34 സീറ്റുകളിലേക്ക്. അതായത് നമ്മൾ നേരത്തെ പറഞ്ഞ അസാധാരണ സഖ്യ സാധ്യതകളുടെയൊക്കെ അത്തരം സാധ്യതകൾ മങ്ങുന്നു എന്ന് വേണം പറയാൻ. ത്രിപുര ബി.ജെ.പി നിലനിർത്തുന്ന ഒരു സ്വഭാവം ഇപ്പോൾ കാണിക്കുന്നു. കേവല ഭൂരിപക്ഷത്തിന് ആകെയുള്ള 60 സീറ്റുകളിൽ 31 സീറ്റാണ് വേണ്ടത്. ഇപ്പോൾ 34 സീറ്റുകളിലേക്ക് ബി.ജെ.പിയുടെ ലീഡ് എത്തുന്നു എന്ന് പറയുന്നത് വോട്ടെണ്ണലിൻ്റെ ഏതാണ്ട് 4 മണിക്കൂറിലേക്ക് കടക്കുമ്പോൾ, സമയം ഏതാണ്ട് 12 മണിയോട് അടുക്കുന്നു. ഈ ഘട്ടത്തിൽ അത് അങ്ങനെയാണെങ്കിൽ അതൊരു വ്യക്തമായ ഫലസൂചനയാണ് എന്ന് വേണമെങ്കിൽ നമുക്ക് കരുതാം. അങ്ങനെയാണെങ്കിൽ ബി.ജെ.പി ത്രിപുരയിൽ ഉറപ്പിച്ചു കഴിഞ്ഞു, അവരുടെ വിജയം അവിടെ പ്രഖ്യാപിക്കപ്പെട്ടിരിക്കുന്നു, അവരുടെ സർക്കാർ അവിടെ അധികാരത്തിൽ വരും എന്ന് തന്നെ. അതാണോ കാര്യം? സർക്കാർ അധികാരത്തിൽ വരുമെന്ന കാര്യം നമുക്ക് ഉറപ്പിക്കാം. പക്ഷേ അത് ബി.ജെ.പി ആ നിലയ്ക്ക് ബി.ജെ.പിയുടെ സ്ട്രെങ്ത് കൊണ്ട് അവിടെ സർക്കാർ വരുമെന്ന് നമുക്ക് 100% ഉറപ്പിച്ച് പറയാൻ കഴിയുന്ന ഘട്ടമല്ല. പക്ഷേ ഏതായാലും നമുക്കറിയാമല്ലോ, കേന്ദ്രം ഭരിക്കുന്ന പാർട്ടിയാണ് ബി.ജെ.പി. അവിടെ നിൽക്കുന്ന നമ്മൾ നേരത്തെ പറഞ്ഞ പാർട്ടിയൊക്കെ ഏറ്റവും കൂടുതൽ മുന്നേറിക്കൊണ്ടിരുന്ന പാർട്ടി ഉണ്ടല്ലോ, തിപ്രമോദ പാർട്ടി, അവരുടെയൊക്കെ ഒരു പൊളിറ്റിക്കൽ ബേസ്, രാഷ്ട്രീയ അടിത്തറയൊക്കെ അത്ര ശക്തമല്ല. സ്വാഭാവികമായിട്ടും വേണമെങ്കിൽ അവരുടെ എം എൽ എമാരെ ഒക്കെ കൂടെ കൂട്ടാനുള്ള ശേഷിയൊക്കെ ബി.ജെ.പിക്ക് ഉണ്ട് എന്നുള്ളത് കൊണ്ട് ത്രിപുരയിൽ സ്വാഭാവികമായും ഈ നിലയ്ക്ക് പോവുകയാണെങ്കിൽ ബി.ജെ.പി സർക്കാർ രൂപീകരിക്കുമെന്ന് ഉറപ്പിച്ച് പറയാം. അങ്ങനെയല്ലേ മനസ്സിലായി? അതായത് ഫിറോസ്, ഏറ്റവും വലിയ ഒറ്റ കക്ഷി എന്ന നിലയിലേക്ക് ഇപ്പോഴും സംശയമാണ്, നമുക്കത് തറപ്പിച്ച് പറയാൻ കഴിയില്ല എന്നുള്ളതാണ്. അവർ തിപ്രമോദയെ ഇപ്പോഴും ആശ്രയിക്കേണ്ട ഒരു സാഹചര്യം ഇപ്പോഴും നിലനിൽക്കുന്നു എന്നുള്ളതാണ്. തിപ്രമോദയെ ആ തരത്തിൽ അങ്ങനെയല്ല. കാരണം ഇപ്പോൾ 34 സീറ്റിന്റെ ലീഡ് ഉണ്ടല്ലോ. ആ ലീഡ് തുടർന്ന് പോവുകയാണെങ്കിൽ സ്വാഭാവികമായിട്ടും ബി.ജെ.പിക്ക് അവിടെ 2018 പോലെ തന്നെ ഒരു സർക്കാർ ഉണ്ടാക്കാൻ കഴിയും. പക്ഷേ 2018 അത്രയും സീറ്റുകൾ അവർക്ക് ഇക്കുറി പിടിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് ബി.ജെ.പിയുടെ ഒരു വളർച്ചയിൽ, അല്ലെങ്കിൽ ബി.ജെ.പിക്ക് ത്രിപുരയിൽ ആ നിലയ്ക്ക് ഒരു രാഷ്ട്രീയമായ തിരിച്ചടി തന്നെയാണ്. പക്ഷേ ഇപ്പോൾ ഈ 34 സീറ്റുകളിൽ മുന്നേറാൻ കഴിയുന്നു എന്ന് പറയുമ്പോൾ അത് ബി.ജെ.പിയെ സംബന്ധിച്ച് തീർച്ചയായും ആശ്വാസകരമായ കാര്യമാണ്.